Dear friends, hearty welcome. This is Sri Kumar with you. Today's video is a special one. എന്താണ് സ്പെഷ്യൽ വൺ എന്ന് പറയാൻ കാര്യം? സാധാരണ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 3 വേർഡുകളാണ്. റാൻഡം വേർഡുകൾ, പലയിടത്തുനിന്ന് സെലക്ട് ചെയ്ത 3 വേർഡുകൾ. ദാറ്റ് ഈസ് ടുഡേ ഐ ആം ഗോയിങ് ടു ഗിവ് യു 3 റാൻഡം വേർഡ്സ്. യൂസിങ് ദീസ് വേർഡ്സ് you should make some meaningful sentences. അതായത് ഈ വേർഡുകൾ ഉപയോഗിച്ച് നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ നമ്മളുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിൽ ഇംപ്രൂവ് വിത്തിൻ ഡേയ്സ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഞാൻ തരുന്ന വേർഡുകളെന്ന് പറയുന്നത് മൈ മദർ, 5 സ്റ്റാർ ഹോട്ടൽ, പ്ലെയിൻ, അതായത് എയ്റോപ്ലെയിൻ. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ 3 വേർഡുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കുറച്ച് കണക്ട് ചെയ്ത സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. സംടൈംസ് യു മൈറ്റ് ബി തിങ്കിങ് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസസ് യൂസിങ് ദീസ് റാൻഡം വേർഡ്സ്. ഈ റാൻഡം വേർഡ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് മീനിങ്ഫുൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. ഡോണ്ട് വറി, ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ഈസ്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. അപ്പോൾ എന്താണ് നമ്മളുടെ വേർഡുകൾ? മൈ മദർ, 5 സ്റ്റാർ ഹോട്ടൽ, ദെൻ പ്ലെയിൻ. മൈ മദർ വാണ്ടഡ് ടു സീ പ്ലെയിൻസ് വെരി ക്ലോസ്ലി. എൻ്റെ അമ്മ പ്ലെയിനുകൾ വളരെ ക്ലോസ് ആയിട്ട് കാണാൻ ആഗ്രഹിച്ചു. വൺ ഡേ ഐ ടുക്ക് മൈ മദർ ടു എ 5 സ്റ്റാർ ഹോട്ടൽ ഫോർ ലഞ്ച്. ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ലഞ്ചിന് കൊണ്ടുപോയി. ദ ഹോട്ടൽ വാസ് വെരി നിയർ ടു ആൻ എയർപോർട്ട് ആൻഡ് മൈ മദർ വാസ് ഏബിൾ ടു സീ പ്ലെയിൻസ് വെരി ക്ലോസ്ലി. ഇപ്പം എന്താണ്? അപ്പോൾ എൻ്റെ അമ്മയെ ഒരു ദിവസം ലഞ്ചിന് കൊണ്ടുപോയി. ആ ഹോട്ടൽ ഒരു എയർപോർട്ടിന് അടുത്തായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പ്ലെയിനുകളുടെ വളരെ അടുത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ ആ 3 റാൻഡം വേർഡുകൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് കൊച്ചു സർവീസുകൾ ഉപയോഗിച്ച് നമ്മളൊരു കഥയുണ്ടാക്കി. അപ്പം ഇങ്ങനെ നിങ്ങളും പറയാൻ ശ്രമിക്കുക. ഇതിങ്ങനെയല്ല, വേറെ രീതിയിലും പറയാം. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അറ്റ് വേണോ ഇൻ വേണോ എന്നൊന്നും ആലോചിച്ച് അവിടെ നിർത്തരുത്. തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കണം. പതുക്കെ നമ്മളുടെ അറ്റും ഇന്നും എല്ലാം ശരിയായി വരും. അത് പേടിക്കണ്ട. നിങ്ങൾ പറയാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുക, അതാണ് അത്യാവശ്യം. ഓക്കെ, വി ഹാവ് കംപ്ലീറ്റഡ് ഫസ്റ്റ് പാർട്ട്. അതായത് ഒരു രീതിയിൽ നമ്മൾ ഒരു കഥ പറഞ്ഞു, വേറെ രീതിയിൽ കൂടെ നമുക്കിത് ഉപയോഗിച്ച് വേറെ ഒന്ന് പറയാം. ലാസ്റ്റ് ഇയർ മൈ മദർ ആൻഡ് ഐ വിസിറ്റഡ് താജ്മഹൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ അമ്മയും താജ്മഹൽ വിസിറ്റ് ചെയ്തു. വി റീച്ച്ഡ് ഡൽഹി ബൈ പ്ലെയിൻ. ഡൽഹിയിൽ നമ്മൾ പ്ലെയിനിലെത്തി. ആൻഡ് സ്റ്റേഡ് ഇൻ എ 5 സ്റ്റാർ ഹോട്ടൽ. എന്നിട്ടൊരു 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ വി വെൻ ടു താജ് ബൈ ബസ്. ഇവിടെ നിങ്ങൾ നോക്കുക, മൈ മദർ, 5 സ്റ്റാർ ഹോട്ടൽ, പ്ലെയിൻ, ഇത് 3 ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളെ ഇമാജിനേഷനിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെയ്യേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് പല വാക്കുകളും കിട്ടാതെ നിങ്ങൾ സ്റ്റക്കാവും. ആ സമയത്ത് അവിടെ നിർത്തരുത്, അതിനെ വേറെ രീതിയിൽ പറയാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് മറ്റൊന്ന് നോക്കാം. പിന്നെ നമ്മൾ വേറെ 3 വേർഡുകളാണ് നോക്കാൻ പോകുന്നത്. ദ വേർഡ്സ് ആർ റൈൻ, ഇലക്ട്രിക് പോസ്റ്റ് ആൻഡ് ട്രീസ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ വേർഡ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുറച്ചെങ്കിലും ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഇപ്പം എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? റീസെൻ്റ്ലി ഡ്യൂ ടു ഹെവി റൈൻ അക്കമ്പനീഡ് ബൈ സ്ട്രോങ് വിൻഡ്. അടുത്ത കാലത്തായി ഹെവി റെയിനും അതിനോട് ചേർന്ന് വന്ന ശക്തമായ കാറ്റും എന്ത് സംഭവിച്ചു? ഇലക്ട്രിക് പോസ്റ്റ് ആൻഡ് ട്രീസ് വെയർ അപ്രൂട്ടഡ് വേരിയസ് പാർട്സ് ഓഫ് ദ സിറ്റി. ഇപ്പോൾ സിറ്റിയുടെ പല ഭാഗങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും കടപുഴകി വീണു. അതാണ് അപ്രൂട്ടഡ്. വേരിയസ് പാർട്സ് ഓഫ് ദ സിറ്റി, സിറ്റിയുടെ പല ഭാഗങ്ങളിൽ. കാസിങ് ഡിസറപ്ഷൻ ഇൻ പവർ സപ്ലൈ, പവർ സപ്ലൈയിൽ തടസ്സം ഉണ്ടായിക്കൊണ്ട് മരങ്ങളെല്ലാം കടപുഴകി വീണു.
Electricity board workers in association with, that is together with, fire force work day and night. ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കേഴ്സും ഫയർഫോഴ്സും ഒന്നിച്ച് രാപ്പകൽ പ്രയത്നിച്ച് എന്ത് സംഭവിച്ചു? ആൻഡ് റെസ്റ്റോർഡ് പവർ സപ്ലൈ. അങ്ങനെ പവർ സപ്ലൈ റെസ്റ്റോർ ചെയ്തു. നൗ വി ഹാവ് കംപ്ലീറ്റഡ് അനദർ അസൈൻമെന്റ് യൂസിങ് ട്രെയിൻ, ഇലക്ട്രിക് പോസ്റ്റ് ആൻഡ് ട്രെയിൻസ്. അപ്പം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കഥ ഉണ്ടാക്കുക ഇത് ഉപയോഗിച്ചുകൊണ്ട്. സെൻറ്റൻസുകൾ കുറച്ച് മാറ്റുക. അപ്പം ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുക പല വിധത്തിൽ. വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഷുവർലി യുവർ സ്കിൽ വിൽ റീച്ച് അനദർ ലെവൽ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ മൈ മദർ, 5 സ്റ്റാർ ഹോട്ടൽ ആൻഡ് പ്ലെയിൻ, അതിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സെൻറ്റൻസുകളിൽ അല്പം ഗ്രാമർ കൂടിയുണ്ട്. അതാണ് ഇവിടുത്തെ സെൻറ്റൻസ്. When I was a child, my mother used to show me planes which were flying very high. ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ വളരെ ഉയരെ പറക്കുന്ന പ്ലെയിനുകളെ കാണിച്ചു തരുമായിരുന്നു. യൂസ് ടു ഷോ മീ. യൂസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ മാത്രം ഉപയോഗിക്കുന്നു. പതിവായി പണ്ട് ചെയ്തൊരു കാര്യം പറയാനാണ് യൂസ് ടു. വെൻ ഐ വാസ് എ ചൈൽഡ് മൈ മദർ യൂസ് ടു ഷോ മീ പ്ലെയിൻസ്. എന്നെ സ്ഥിരമായി പ്ലെയിനുകൾ കാണിച്ചു തരുമായിരുന്നു. വിച്ച് വെയർ ഫ്ലൈയിങ് വെരി ഹൈ. വളരെ ഉയരത്തിൽ പറക്കുന്ന പ്ലെയിനിനെ കാണിച്ചു തരുമായിരുന്നു. ആൻഡ് ഷീ വുഡ് സേ, എന്നിട്ട് അവർ പറയുമായിരുന്നു എന്താണ്? ട്രാവൽ ഓൺ എ പ്ലെയിൻ ആൻഡ് സ്റ്റേയിങ് ഇൻ സ്റ്റാർ ഹോട്ടൽസ് ആർ വെരി എക്സ്പെൻസീവ്. അപ്പം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, പ്ലെയിനിൽ പോകുന്നതും സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നതും ഭയങ്കര എക്സ്പെൻസീവാണ്. അറ്റ് ദാറ്റ് ടൈം ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ സെഡ്. ആ സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നൗ ഐ നോ വാട്ട് ഷീ സെഡ് ദെൻ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. നൗ ഐ നോ ഓർ നൗ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ സെഡ് ദെൻ. ദെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ. ശേഷമെന്നും അർത്ഥമുണ്ട്, അപ്പോഴെന്നും അർത്ഥം. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വലുതായി പൈസയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ബോധം വന്നു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റാൻഡം വേർഡ്സ് ഉപയോഗിച്ച് തുടർച്ചയായി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പേടിക്കണ്ട, നമുക്ക് ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തിയെടുക്കാം. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. Until meet again with another interesting video.